So today we can discuss one more problem in contract costing. Brown and Company Limited began to trade on 1st Jan 2013. During 2013, the company was engaged on only one contract, and the contract price of which was fixed at 1,50,000. മനസ്സിലായല്ലോ, ഇതാണ് കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയും. ഓഫ് ദ പ്ലാന്റ് ആൻഡ് മെറ്റീരിയൽസ് ചാർജ് ടു കോൺട്രാക്ട്, പോർഷൻസ് ഓഫ് ദ പ്ലാന്റ് വിച്ച് കോസ്റ്റ് 1,500 ആൻഡ് മെറ്റീരിയൽസ് വിച്ച് കോസ്റ്റ് 1,200 വെർ ലോസ്റ്റ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്ലാന്റ് ലോസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ അത് ലോസായി കാണിക്കണമല്ലോ. അപ്പം എന്താ ചെയ്യാറ്, ലോസസ് ഒക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ജേണൽ എൻട്രി വരിക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ് ടു കോൺട്രാക്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ കോൺട്രാക്ട് അക്കൗണ്ടിൽ നിങ്ങൾ എങ്ങനെ കാണിക്കണം, ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്രയാണ് പ്ലാന്റ് നഷ്ടമായിട്ടുള്ളത് 1,500ഉം മെറ്റീരിയൽസ് ലോസ്റ്റ് എന്ന് പറയുന്നത് 1,200ഉം കോൺട്രാക്ട് അക്കൗണ്ടിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കാം. ഓക്കെ. ഓൺ December 31st, 2013, portions of the plant which cost rupees 1,500 was returned to stores. അപ്പം കോൺട്രാക്റ്റ് എന്താ പറയുക, എടുത്തത് January 1st, 2013 ആ വർഷം അവസാനമായ സമയത്ത് എത്രേൻ്റെ കോസ്റ്റ് സ്റ്റോഴ്സിലേക്ക് റിട്ടേൺ ചെയ്തിരിക്കുന്നത് 1,500. അപ്പം മെറ്റീരിയൽ സ്റ്റോഴ്സ് പ്ലാന്റ് ഒക്കെ റിട്ടേൺ ടു സ്റ്റോഴ്സ് നിങ്ങൾ എവിടെ കാണിച്ചിരിക്കണം, കോൺട്രാക്ട് അക്കൗണ്ടിൽ ബൈ പ്ലാന്റ് റിട്ടേൺ അല്ലെങ്കിൽ ബൈ മെറ്റീരിയൽ റിട്ടേൺ. ഇനി ഈ പ്ലാന്റ് കാണിക്കുന്ന സമയത്ത് ഇതിലെ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ട് വേണം കാണിക്കാൻ. നെക്സ്റ്റ്, ദ കോസ്റ്റ് ഓഫ് വർക്ക് ഡൺ ബട്ട് അൺസർട്ടിഫൈഡ് 600. അപ്പോൾ വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറയുന്നത് എത്രയാണ്, 600. മെറ്റീരിയൽ കോസ്റ്റിംഗ് 1,200 വെയർ ഇൻ ഹാൻഡ് ഓൺ സൈറ്റ്. അതായത് മെറ്റീരിയൽസ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് 1,200. അപ്പോൾ വർക്ക് സർട്ടിഫൈഡ് എവിടെയാണ് കാണിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. വർക്ക് സർട്ടിഫൈഡ് നമ്മൾ കാണിക്കാറ് കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ബൈ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് വർക്ക് സർട്ടിഫൈഡും കാണിക്കും, അൺസർട്ടിഫൈഡും കാണിക്കും. അപ്പോൾ അൺസർട്ടിഫൈഡ് ഇതാ ഇവിടെ വന്നു, മനസ്സിലായല്ലോ. പിന്നെ മെറ്റീരിയൽസ് അറ്റ് സൈറ്റ് എന്ന് പറയുന്നത് അതും കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ബൈ എന്ന് പറഞ്ഞ് കാണിക്കണം. ഓക്കെ. ഇനി എന്തെല്ലാം തന്നത് എന്നുള്ളത് നോക്കാം. ചാർജ് 10% ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ്, റിസർവ് 1/3 ഓഫ് പ്രോഫിറ്റ് റിസീവ്ഡ് ആൻഡ് പ്രിപ്പയർ കോൺട്രാക്റ്റ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഫ്രം ദ ഫോളോയിങ് ട്രയൽ ബാലൻസ്. ഇപ്പോൾ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. അപ്പം പ്ലാന്റ് ഇഷ്യൂഡ് കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് കാണിക്കുക. ക്ലോസിംഗ് ബാലൻസ് ഓഫ് പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ട് ക്രെഡിറ്റ് സൈഡിലും കാണിക്കണം. അത് ചെയ്യുന്ന സമയത്ത് പറയാം. എന്തൊക്കെയാണ് ട്രയൽ ബാലൻസ് ഐറ്റംസ്, ഷെയർ ക്യാപിറ്റൽ, ക്രെഡിറ്റേഴ്സ്, ഇതൊന്നും നമ്മളെ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ വരികയില്ല, ഇതൊക്കെ ബാലൻസ് ഷീറ്റിലേക്കുള്ളതാട്ടോ. ദെൻ ക്യാഷ് റിസീവ്ഡ് ഓൺ കോൺട്രാക്ട് ഇസ് ഗിവൺ. അതും നമ്മൾ ഏതിലെടുക്കില്ല, കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ക്യാഷ് റിസീവ്ഡ് കാണിക്കില്ല. പക്ഷെ നിങ്ങൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എത്രയാണോ ടോട്ടൽ വർക്ക് ഇൻ പ്രോഗ്രസ് അതിൽ നിന്ന് ക്യാഷ് റിസീവ്ഡ് മൈനസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ 60,000 എന്ന് പറയുന്നതാണ് ക്യാഷ് റിസീവ്ഡ്. പക്ഷെ നമുക്കിവിടെ ഒരു ഹിൻറ്റ് ഉണ്ട്. ഈ ക്യാഷ് റിസീവ്ഡ് എന്ന് പറയുന്നത് വർക്ക് സർട്ടിഫൈഡിൻ്റെ 80% ആണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് ചെയ്യാം, വർക്ക് സർട്ടിഫൈഡ് കണ്ടുപിടിക്കാം. വർക്ക് സർട്ടിഫൈഡ് എവിടെയാണ് കാണിക്കേണ്ടത്, കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ബൈ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് വർക്ക് സർട്ടിഫൈഡ് കാണിക്കുക. അപ്പോൾ എത്ര ക്യാഷ് റിസീവ്ഡ് 60,000. അപ്പോൾ വർക്ക് സർട്ടിഫൈഡ് ഇൻറ്റു 80% എന്ന് പറയുന്നതാണ് ഈ 60,000. അപ്പോൾ വർക്ക് സർട്ടിഫൈഡ് കിട്ടുന്നത് 60,000 ഇൻറ്റു 100/80 75,000. അപ്പോൾ ഇത് കിട്ടാൻ കോൺട്രാക്റ്റ് അക്കൗണ്ട് മാത്രം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഹിൻറ്റാണിത്. ഓക്കെ, വർക്ക് സർട്ടിഫൈഡ് കണ്ടുപിടിക്കുന്നത്. പിന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമ്മൾ ഏതിലെടുക്കുള്ളൂ, ബാലൻസ് ഷീറ്റിൽ, ബാങ്ക് ബാലൻസും ബാലൻസ് ഷീറ്റിൽ. ഇനി ചാർജ് ടു കോൺട്രാക്റ്റിലേക്ക് ചാർജ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറാണ് ഇതെല്ലാം. അതൊക്കെ നമ്മൾ എവിടെ എടുക്കണം, ഡെബിറ്റ് സൈഡിൽ. ഇതാ മെറ്റീരിയൽസ് എത്രയാണ് 27,000, പ്ലാന്റ് 7,500, വേജസ് 42,000, എക്സ്പെൻസസ് 2,100. ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇതോടുകൂടി നമുക്ക് കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ വേറൊന്നും തന്നിട്ടില്ല, പക്ഷെ നമുക്ക് കുറച്ച് ഐറ്റംസ് ക്ലോസിംഗ് ബാലൻസായി കാണിക്കാനുണ്ടാവും. അതിൽ
ഇത് നമുക്ക് മനസ്സിലായി വർക്ക് ഇൻ പ്രോഗ്രസ് എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത്. മെറ്റീരിയൽസ് അറ്റ് സൈറ്റും തന്നിട്ടുണ്ട്. ഇനി പ്ലാന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കുക. ക്ലോസിംഗ് ബാലൻസ് ഓഫ് പ്ലാന്റിൻ്റെ ടോട്ടൽ എത്ര ഇഷ്യൂഡ് എന്ന് പറയുന്നത് 7500 ആണ്. അതിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ റിട്ടേൺ ടു സ്റ്റോഴ്സും പ്ലാന്റ് ലോസ്റ്റും മൈനസ് ചെയ്യാം. അപ്പോൾ 1500ഉം 3000 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്നത് 4500. അതിൽ നിന്ന് 10% ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുക. ഇതാണ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് പ്ലാന്റ് എന്ന് പറയുന്നത് 4050. മനസ്സിലായോ? ഇനി പ്ലാന്റ് റിട്ടേൺഡ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് 1500 ആണ്. അതിൽ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് കാണിക്കണം. ഇതാണ് രണ്ടെണ്ണം ലോസ്റ്റ്, മെറ്റീരിയൽസ് ലോസ്റ്റ് ആൻഡ് പ്ലാന്റ് ലോസ്റ്റ്. ഓക്കെ, അങ്ങനെ നമ്മളെ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 6300 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ നോഷണൽ പ്രോഫിറ്റ് എടുത്ത് എഴുതുക. അതിൽ നിന്ന് ഇനി ഇതിലേക്കൊക്കെ മാറ്റണം. 1/3 റിസർവ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2/3 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്. അപ്പോൾ 6300 ഇൻറ്റു 2/3 ഇൻറ്റു എത്രയാണ് വർക്ക് സർട്ടിഫൈഡ് അല്ല ക്യാഷ് റിസീവ്ഡ് എന്ന് പറയുന്നത് 80% ഓഫ് വർക്ക് സർട്ടിഫൈഡ്. അപ്പോൾ 80/100 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളെ റിസർവിലേക്ക് എത്ര മാറ്റണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എത്ര മാറ്റണം എന്നുള്ള എമൗണ്ട് കിട്ടി. ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക in order to find out the balancing figure. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൽ ടു കോൺട്രാക്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ വർക്ക് സർട്ടിഫൈഡും അൺസർട്ടിഫൈഡും കാണിക്കുക. പിന്നെ ബൈ റിസർവ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്ക് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ബാലൻസിങ് ഫിഗർ 72,660. ബാലൻസ് ഷീറ്റിൽ എടുക്കുന്ന സമയത്ത് നിങ്ങളെ ഷെയർ ക്യാപിറ്റൽ അതേപോലെ എടുത്തെഴുതുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലോ, നോഷണൽ പ്രോഫിറ്റ് എന്ന് എത്രയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുക. അത് ഇന്നർ കോളത്തിൽ കൊടുക്കുക. ലോസ് മൈനസ് ചെയ്യണം. ലോസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെറ്റീരിയൽസ് ടോട്ടൽ 2700. പിന്നെ ക്രെഡിറ്റേഴ്സ് കാണിക്കുക. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അതേപോലെ തന്നെ കാണിക്കുക. പ്ലാന്റ് ആൻഡ് മെഷീനറി അറ്റ് സൈറ്റ് എന്ന് പറയുന്നതുണ്ടല്ലോ, ക്ലോസിംഗ് ബാലൻസ് ഓഫ് പ്ലാന്റ് 1350 ആണ്. അതായത് റിട്ടേൺ ടു സ്റ്റോഴ്സ് ആൻഡ് പ്ലാന്റ് അറ്റ് സൈറ്റ് 4050. വർക്ക് ഇൻ പ്രോഗ്രസ് നിന്ന് ക്യാഷ് റിസീവ് മൈനസ് ചെയ്യുക. ഈ വർക്ക് ഇൻ പ്രോഗ്രസ് എടുക്കേണ്ടത് ഈ ബാലൻസിങ് ഫിഗർ ആട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ടോട്ടൽ വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയാണ് അതിൽ നിന്ന് നമ്മൾ ആ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത റിസർവ് ഉണ്ടല്ലോ 1/3 2940 അത് മൈനസ് ചെയ്ത് കാണിച്ചാലും മതി. മെറ്റീരിയൽസ് അറ്റ് സൈറ്റ് അതായത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് മെറ്റീരിയൽ ബാങ്ക് ബാലൻസ്. അപ്പോൾ നിങ്ങളെ ബാലൻസ് ഷീറ്റ് ടാലി ആവും.